ഇറ്റ്സ് മീ റീമ. ഇത് കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് നമുക്കിന്ന് വീട്ടിൽ കയറാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ആദ്യം തന്നെ വെച്ച് പിടിച്ചത് ATM-ലേക്കാട്ടോ. അവിടെ നിന്ന് കുറച്ച് ക്യാഷ് എല്ലാം പോക്കറ്റിലാക്കി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ കഫേ. പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണം, അതാണ് നമ്മുടെ മെയിൻ. അങ്ങനെ സ്പെഷ്യലായിട്ട് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാട്ടോ ഞങ്ങൾ 3 പേര് ഇരിക്കുന്നത്. എനിവേ ഓർഡർ ചെയ്തു. അങ്ങനെ സാധനം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കോൾഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ മൊജീറ്റോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയോട് കൂടിയാട്ടോ നമ്മുടെ ബ്ലൂ മൊജീറ്റോ നമ്മുടെ കയ്യിൽ കിട്ടിയത്. എനിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, എന്ത് ഫുഡും ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അല്ലൂസിന് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ പോലെയുള്ള പാരൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അവൻ്റെ ഫസ്റ്റ് സിപ്പാട്ടോ ഈ കാണുന്നത്, ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു തരിപ്പാട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ലോഡഡ് ഫ്രൈസ് ആട്ടോ. ഞങ്ങൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാട്ടോ നമ്മുടെ പ്ലേറ്റർ വന്നിട്ടുള്ളത്. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് ബ്ലോഗേഴ്സ് കഴിക്കുന്ന പോലെ കഴിക്കണം എന്ന് പറഞ്ഞെടുക്കുന്നതാട്ടോ ഈ കാണുന്നത്. ചെക്കനൊരു ഭാവിയുണ്ട് അല്ലേ. നെക്സ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നമ്മുടെ അല്ലൂസ് ആട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അയാൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസിലാണെന്ന് മാത്രം. അങ്ങനെ 2 പേരെയും കഴിപ്പിക്കുന്ന ഇടയിൽ ഞാനൊന്ന് കഴിക്കാൻ മറന്നു എന്നൊരു സംശയം. അപ്പം ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരാവേ, ജസ്റ്റ് വെയിറ്റ്. യെസ്, അങ്ങനെ നമ്മുടെ മനസ്സ് വയറ് നിറഞ്ഞു. ഇനി വീട്ടിലുള്ള ഉമ്മച്ചിക്ക് ജസ്റ്റ് ഒന്ന് പാർസൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കൈയിട്ട് വാരി കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.